ഹായ്, ഇന്നത്തെ വീഡിയോ ഓഫ് റോഡ് ബൈക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ, ഓഫ് റോഡ് ബൈക്കുകളൊക്കെ നമുക്ക് എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ടാവില്ല. പാഡോക്ക് സ്റ്റാൻഡ് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അതിന് ഫ്രണ്ട് വീല് നമുക്ക് സർവീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണല്ലേ. ഇതുപോലുള്ള 1.5 ഇഞ്ച് സ്ക്വയറിലെ ഒരടി നീളത്തിലുള്ള 4 കഷ്ണങ്ങളാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ 3x1.5 എന്നുള്ള സൈസിൽ 7 ഇഞ്ചിലും 9 ഇഞ്ചിലും ഓരോ പീസ്. പിന്നെ നമുക്ക് 2 റൗണ്ട് പൈപ്പിൻ്റെ പീസ് വേണം. ഒന്ന് ഞാനൊരു 4 ട്യൂബിൻ്റെ പീസും മറ്റൊരു GI പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ നല്ല ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് വെക്കാൻ 2 സ്ലീവിനും വേണ്ടിയിട്ട് മറ്റൊരു GI പൈപ്പിൻ്റെ ഒരു കഷ്ണം 2 ചെറിയ പീസുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഇതിലും ഫിറ്റ് ചെയ്യും, മറ്റൊന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ GI പൈപ്പിൻ്റെ ഉൾഭാഗത്താണ് ഫിറ്റ് ചെയ്യുക. തീരെ ഷെയ്ക്ക് ഇല്ലാതെ കിട്ടും. നമുക്ക് ഷെയ്ക്ക് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് മറിഞ്ഞു വീഴാൻ ഇളകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ 2 പട്ടയുടെ കഷ്ണം വേണം, അതേപോലെ ചെറിയൊരു സ്ക്വയർ പൈപ്പിൻ്റെ പീസ് വേണം, പിന്നെ ചെറിയ 2 പട്ടയുടെ കഷ്ണം കൂടി വേണം. പിന്നെ ഇത് നമ്മളൊരു ഫുഡ് പെഡലിന് ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫുഡ് പെഡലിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ക്വയർ പൈപ്പ് നമുക്ക് വേണം. അതിൻ്റെ ഈ വരച്ച പോലെ നമ്മൾ അവിടെ ഒരു നോച്ച് കട്ട് ചെയ്തിട്ട് ഒരു ടിക്ക് മാർക്ക് പോലെ ഒരു ശരിയിട്ട പോലെ നമ്മൾ ആ ഷേപ്പിലാക്കി. ആദ്യം നമുക്ക് ഫ്രെയിമിൻ്റെ ബേസ് ഭാഗം വെൽഡ് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ 2 സൈഡിലായിട്ട് സ്ക്വയർ പൈപ്പിൻ്റെ നടുവിൽ നമ്മൾ പറഞ്ഞ 9 ഇഞ്ച് നീളമുള്ള അതാണ് ബേസ്. അടിഭാഗം കുറച്ച് വീതി ഉണ്ടെങ്കിൽ മറയാനുള്ള സാധ്യത കുറയും. അപ്പോൾ നമ്മൾ 2 ഒരേ അളവിലാണ് ഇത് വാങ്ങാൻ കിട്ടുന്നതിനൊക്കെ ഉണ്ടാവുക. ഏകദേശം 5000 രൂപയോളം വിലയുണ്ട് ഈ സ്റ്റാൻഡിന്. ഓഫ് റോഡ് അല്ലെങ്കിൽ മഡ് ബൈക്ക് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 5000 രൂപയോളം വില ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മളിതിൻ്റെ ബേസ് ഭാഗം കുറച്ച് വലിപ്പം കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാ ഭാഗവും വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടോപ്പിലേക്കുള്ള പീസ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ ആ പറഞ്ഞ 7 ഇഞ്ച് നീളമുള്ള കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വല്ലാതെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ വണ്ടി നമ്മളെ നാട്ടിൽ കാണുന്ന ഇപ്പോൾ നമുക്ക് എക്സ്പൾസ് ഇമ്പൾസ് പോലുള്ള വണ്ടികളാണ് നമുക്ക് ഇവിടെ ഓഫ് റോഡ് വണ്ടികൾ. അപ്പോൾ അതിനിടയിൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇതേപോലെ ഈ എച്ച് ഷേപ്പിൽ 2 ഭാഗം വെൽഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോസ്റ്റിന് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്ലീവുകൾ 2 വെൽഡ് ചെയ്തെടുക്കും. അത് വെൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളത് വെൽഡ് ചെയ്യുമ്പോൾ പുറത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ പൈപ്പിനുള്ളിലേക്കോ അല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഉള്ളിലേക്ക് ഇറങ്ങിയ പ്രത്യേകിച്ച്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായ പിന്നെ അതിനകത്ത് കയറില്ല. അത് ഓൾറെഡി ലൂസ് ആയതിപ്പോൾ നമ്മൾ കറക്റ്റ് ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്ലീവ് അടിച്ചിട്ടുള്ളത്. ഈ സ്ലീവ് അതിൻ്റെ പുറത്തുകൂടെ വെൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ട് ഒന്ന് വെൽഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നല്ല ഫിറ്റായിട്ട് കയറുന്ന ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പോസ്റ്റ് നമ്മൾ ആ താഴെ വെച്ചിട്ടുള്ള ബേസിലേക്ക് നമ്മൾ വെൽഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തപ്പോൾ കുറച്ച് ഉള്ളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഇത് 2 സൈഡിലേക്ക് ഓപ്പോസിറ്റായിട്ട് 2 സ്ലീവും വെച്ചിട്ട് ഇതേപോലെ കയറ്റിയെടുക്കും. അപ്പോൾ 2 സൈഡ് നല്ല ടൈറ്റായിട്ടുണ്ട്. ഷേക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുക. മാക്സിമം കനമുള്ള പൈപ്പാണ് ഉപയോഗിക്കുക. നമ്മളെല്ലാ സാധനം വെച്ച് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ ബേസ് വെൽഡ് ചെയ്യുമ്പോൾ ആ അടിഭാഗത്ത് വരുന്ന പൈപ്പ് ഈ കൂട്ടത്തിൽ ചെറിയ പൈപ്പായിരിക്കണം. അതായത് ഉള്ളിലുള്ള പൈപ്പാണ് അടിയിൽ വരേണ്ടത്. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ കഴിയില്ല. അതിൻ്റെ പൊസിഷനൊക്കെ മാറും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ അടിയിൽ വരുന്ന പൈപ്പ് എപ്പോഴും ചെറുതായിരിക്കണം. ഉള്ളിലുള്ള പൈപ്പാണ്. പുറത്തിരിക്കുന്ന പൈപ്പ് നമ്മൾ മുകളിലേക്ക് വരുന്ന ഭാഗമാണ്. അതെന്താണെന്നുള്ള കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. പോസ്റ്റുകളൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ കഴിയുന്നതും ചെരിവില്ലാതെ ചെയ്യുക. ചെരിവ് വന്നു കഴിഞ്ഞാൽ വണ്ടി മറയാനുള്ള സാധ്യത ഉണ്ടാവും. എപ്പോഴും സ്റ്റഡി ആയിട്ട് തന്നെ പെർപെൻഡിക്കുലറായിട്ട്, അതായത് ബേസിന് കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ നിൽക്കണം. നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ചെരിവുണ്ടെങ്കിൽ ആ ഭാഗത്തെ വെയിറ്റ് വന്നിട്ട് വണ്ടി മറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ അടിയിലുള്ള ബേസിന് കറക്റ്റ് പെർപെൻഡിക്കുലറായിട്ട് കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. എന്നാലേ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാൻഡ് നിൽക്കും. ഇതിപ്പോൾ ബേസ് വെൽഡ് ചെയ്തു. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ അടുത്ത പീസ് ചെയ്യുക. ഇതേപോലെ പൊന്ത് താഴെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പോസ്റ്റ് 2 പീസായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ടോപ്പ് പീസ് വെൽഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ടോപ്പ് പീസ് വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ ഇത് താന്നിരിക്കുമ്പോൾ എത്ര ഹൈറ്റ് വേണം, ആ പോസ്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ കറക്റ്റ് നോക്കിയിരിക്കണം. നമ്മൾ ഏത് വണ്ടിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനേക്കാൾ ഏകദേശം 1 സെൻറ്റിമീറ്റർ താഴെ ആയിരിക്കണം.
അപ്പോൾ സ്റ്റാൻഡിന് ഏകദേശം രൂപമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫുഡ് പെഡലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിങ്കുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ കാണിച്ച പോലുള്ള ചെറിയൊരു സ്ക്വയർ പൈപ്പിൻ്റെ പീസ് നമ്മൾ അതിന് ഹോൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഈ ബേസിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ഫുഡ് പെഡലിന് വേണ്ടി എടുത്തിട്ടുള്ള പൈപ്പാണ്. അതിന് നേരത്തെ വരച്ച് കാണിച്ച പോലെ നോച്ച് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ഹോളിടണം. ആ തൊട്ട് കാണിക്കുന്ന 2 ഭാഗത്തായിട്ട് 2 ഹോളിടണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു ലിങ്കിൽ ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ മാക്സിമം ഹൈറ്റ് കറക്റ്റ് ശ്രദ്ധിക്കണം. ഹൈറ്റ് വല്ലാതെ കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് അടിയിലേക്ക് നീക്കി വെക്കുമ്പോൾ വണ്ടിയിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. ഹൈറ്റ് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന 2 പട്ടയിൽ 2 സൈഡിലായിട്ട് ഓരോ ഹോൾ ഇട്ടിട്ട് ഒരു ലിങ്കായിട്ട് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഈ പട്ടയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ആ ഫുഡ് പെഡലിൻ്റെ അടിഭാഗത്തുള്ള ഹോളിൽ ഒരു ബോൾട്ട് ഇട്ടിട്ട് ഫിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ 2 പട്ടയുടെ പീസ് ഹോൾ ഇട്ടതിന് ശേഷം ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് പെഡലിൻ്റെ ഫ്രണ്ടിലായിട്ട് ബോൾട്ട് ചെയ്ത് വെക്കാം. ആ 2 പട്ടയുടെ പീസും ഫുഡ് പെഡലിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് മാക്സിമം പൊന്തിക്കുക. അതേപോലെ തന്നെ ഫുഡ് പെഡൽ മാക്സിമം താഴ്ത്തിയും വെച്ചിട്ട് ഇതേപോലെ വെച്ച് വെൽഡ് ചെയ്യുക. ഇതാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ പറയുന്ന പോസ്റ്റ് നമ്മൾ തിരിച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഈ 2 ലിങ്കുകൾ ഈ 2 പട്ടയുടെ പീസ് നമുക്ക് വെൽഡ് ചെയ്യാൻ കഴിയില്ല. അത് പുറത്ത് തന്നെ വന്നാലേ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമ്മൾ വെൽഡ് ചെയ്തിരുന്നെങ്കിൽ, തിരിച്ചു വെച്ച് വെൽഡ് ചെയ്തിരുന്നെങ്കിൽ, ആ ചെറിയ ഉള്ളിലുള്ള ചെറിയ പൈപ്പിലാണ് വെൽഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ പൊന്തിക്കാൻ താഴ്ത്താനും കഴിയില്ല. കാരണം ഈ പട്ടയുടെ പീസ് പുറത്തുള്ള പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. അത് എന്തായാലും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എടുത്ത പണി വെറുതെ ആവും. ഇപ്പോൾ സംഭവം ഏകദേശം വർക്കിംഗ് ആണ്. ചെറിയ ടൈറ്റ് ഉണ്ട്. കുറച്ച് ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് വെൽഡ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് വെൽഡ് ചെയ്യണം. പിന്നെ നമ്മൾ നമ്മുടെ ഫുഡ് പെഡലിൽ ഇതേപോലെ കട്ടിങ്ങിൻ്റെ ഒരു ചെരിവ് കൂടി കട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡ് വണ്ടിയുടെ അടിയിലേക്ക് നീക്കി വെക്കുമ്പോൾ വണ്ടിയിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കുറച്ചൊന്ന് താഴ്ത്തി കൊടുക്കുകയാണ്. വല്ലാതെ താഴ്ത്തി കഴിഞ്ഞാൽ നിലത്ത് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് പൊന്തി നിൽക്കില്ല. അപ്പോൾ ലിങ്കിൻ്റെ മുകളിലാണ്, ആ ലിങ്കാണ് വണ്ടിയുടെ നിർത്തുന്നത്. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത്, ഫുഡ് പെഡൽ നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു പട്ടയുടെ പീസും നമ്മൾ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. സംഭവം കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റിന് ചെറിയ ചെരിവ് കണ്ടോ? നമ്മൾ ഒരു വണ്ടി പൊന്തിച്ച് നോക്കി, പിന്നെ പോരാത്തതിന് ഒന്നുകൂടി മാക്സിമം എത്ര പൊന്തും നോക്കാൻ നമ്മളൊരു ഹിമാലയം പൊന്തിച്ച് നോക്കിയതാണ്. അപ്പോൾ എടുത്ത പൈപ്പ് കുറച്ച് കനം കുറവായതുകൊണ്ട് ചളുങ്ങിപ്പോയി. അപ്പോൾ കഴിയുന്നത് മാക്സിമം കനമുള്ള പൈപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. സി ചാനലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളതിന് പരിഹാരത്തിനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ചതഞ്ഞു പോയ ഭാഗത്ത് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടി ഇതേപോലുള്ള 2 മെറ്റൽ പ്ലേറ്റുകൾ എക്സ്ട്രാ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് വെൽഡ് ചെയ്താലും മതി, ആദ്യം ചെയ്താൽ മതി. നമ്മൾ ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ പ്രശ്നം കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് പരിഹാരത്തിനായിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് പഴയ പൈപ്പും കാര്യങ്ങളും അതിൻ്റെ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പോകാൻ വേണ്ടി നന്നായിട്ട് സാൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു, പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റാൻഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നൊരു വണ്ടിയിൽ വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയ പാടാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. വണ്ടി ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് വണ്ടിയുടെ അടിയിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ആ പെഡലിൽ ജസ്റ്റ് ഒന്ന് ചവിട്ടിയാൽ മതി. വലിയ ലോഡും കാര്യങ്ങളൊന്നുമില്ല. 2 ആൾ ഉണ്ടാവുന്നതാണ് എപ്പോഴും സേഫ്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ, നമുക്ക് അത്രത്തോളം ധൈര്യം ഉണ്ടെങ്കിലേ ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് സക്സസ്ഫുള്ളാണ്.
ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകാർക്കും നല്ല ഉപകാരമാവുമെന്ന് കരുതിയിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.